കുറേയധികം പ്രവർത്തകരും പത്മജ വേണുഗോപാലിൻ്റെ പുറകെ തന്നെ BJP-യിലേക്ക് ചേർന്നിരുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ഫേസ് എന്നുള്ള നിലയ്ക്ക് BJP-യിലേക്ക് എത്തിയ ആളാണ്. ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാനൊന്നും പ്രത്യേകം ചോദിച്ചിട്ടല്ല വന്നത് ഇങ്ങോട്ട്. എല്ലാവരും പറയേണ്ടത് ഞാൻ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന്. എനിക്കങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയില്ല. എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് കേൾക്കില്ല. ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. ശരിക്കും അവരെന്തായാലും എന്നെ അംഗീകരിക്കും, അതെനിക്കറിയാം. പിന്നെ എല്ലാ പാർട്ടിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJP-യിലും ഉണ്ടാവും. ഞാൻ പക്ഷെ ഒരു ഭാഗത്തിൻ്റെയും ഇത് പിടിക്കാൻ പോകണില്ല. കാരണം അത് മതിയായിട്ട് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏത് പാർട്ടിയിലായാലും നമ്മൾ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നെ ഇതൊന്നും ബാധിക്കില്ല. എന്നെന്തോ അവരൊന്നും നല്ല രീതിയിൽ തന്നെ അച്ഛൻ്റെ മകൾ എന്നുള്ള പേരിൽ വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വന്ന ആൾക്കാരെന്ന് പറയാൻ ഞാൻ ശരിക്കും ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല. എനിക്കിനി ഇഷ്ടംമാതിരി ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. കാരണം അത്രയും ബന്ധങ്ങളുണ്ട് എനിക്ക്. കുട്ടിക്കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടി സാറും അച്ഛനുമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രവർത്തകരായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങളുടെ ബെഡ്റൂമിൽ പോലും പാർട്ടി പ്രവർത്തകർ കയറി ഇറങ്ങുന്ന കാണാം. അപ്പോൾ അത്രയും ബന്ധങ്ങളുണ്ട് അവരുമായിട്ട്. അപ്പോൾ അവരെന്നിട്ട് പറയണത്, ചേച്ചി ഞങ്ങളെ വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്. ഞാൻ വിളിക്കാം, ഇപ്പമല്ല. എന്തായാലും കുറേ പേര് നിൽക്കുന്നുണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്. അതുകൊണ്ട് ശരിക്കും എല്ലാവരും പറഞ്ഞ മാതിരി ഞാൻ കൊണ്ടുവരേണ്ട രീതിയിലത്തെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, അതെനിക്ക് ഉറപ്പുണ്ട്. അത് ഉടൻ ഉണ്ടാകും. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അല്ല, അതിനു മുമ്പൊക്കെ എന്തായാലും കുറേ ആളുകൾ വരും. താങ്കളുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ സ്വാധീനത്തിലുള്ള ആളുകൾ വരും. അത് എത്ര പേരുണ്ടാവും? അങ്ങനെ പറയാൻ പറ്റില്ല, നല്ലോണം ആൾക്ക്. കാരണം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തൃശ്ശൂർ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിൽ കുറേ പേര് വരും. പിന്നെ അത് മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അവിടെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ജോലിയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനിപ്പോൾ ഞാൻ തുടങ്ങും എന്തായാലും. ഞാനിപ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല. പാർട്ടീനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് വലിച്ചിഴയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ഈ ഒരു ആളുകളെ കൊണ്ടുവരുന്നു, അത് ഏത് ലെവലിലുള്ള ആളുകളാണ്? എല്ലാ തരത്തിലുള്ള ആൾക്കാരും, താഴത്തെ തട്ട് തൊട്ട് മുകളിലേക്ക് വരെയുള്ള ആളുകൾ. എല്ലാവർക്കും മനസ്സും അടുത്തു. കാരണം അതിലത്തെ രീതി ഇപ്പം അങ്ങനെയാണ്. ഞാനിപ്പോഴും പറയാറുണ്ട്, ആ പ്രസ്ഥാനത്തിനോട് എനിക്കിപ്പോഴും ദേഷ്യമില്ല. പക്ഷെ ഇവിടെ കുറേ നേതാക്കന്മാരുണ്ട്, അവരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ കോൺഗ്രസിൻ്റെ അധപ്പതനായിരിക്കും കേട്ടോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി കേരളത്തിലുണ്ടാവുമെന്ന് സംശയം എനിക്ക്.